ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് BS6 മോഡൽ വണ്ടിയാണ്. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. അതിനകത്ത് ജോബ് കാർഡിൽ പറഞ്ഞാൽ ഒന്ന് പാർക്ക് ബൾബ് തെളിയുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ പൊസിഷൻ ലൈറ്റ് പറഞ്ഞ് തെളിയുന്നില്ല. പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട്, ഷോക്ക് അബ്സറിൻ്റെ ഭാഗത്തു നിന്നായിട്ടൊരു സൗണ്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ലേഡീസ് ഹാൻഡിൽ ലൂസ്, അത് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാം. ഫ്രണ്ട് ഹാൻഡിൽ കവറിൻ്റെ അവിടെ വൈസറിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ട് ഉണ്ട്. ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഫ്രണ്ട് ഗാർഡ് ചെക്കപ്പ്, ഇത്രയും കേസാണ് ജോബ് കാർഡിൽ പറഞ്ഞാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തി. നിലവിൽ വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു. ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉണ്ട്, ബാക്ക് സൈഡിൽ നിന്നും സൗണ്ട് കാണിക്കുന്നുണ്ട്. ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് കാണിക്കുന്നത് സൈലൻസറിൻ്റെ ഉള്ളിൽ എന്തോ അകപ്പെട്ടേക്കാണ്. അതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഒന്നുപോലെ കല്ലോ അല്ലെങ്കിൽ കോല് പോലെ എന്തോ ഒരു സാധനം അതിൻ്റെ ഉള്ളിലേക്ക് ചാടിയിട്ടുണ്ട്. നമ്മളത് അഴിച്ചു, പരമാവധി ട്രൈ ചെയ്തു. അതൊരു രീതിയിൽ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ കിടന്ന് കിളിങ്ങിക്കൊണ്ടിരിക്കുക. സൈലൻസറിൻ്റെ ഉള്ളിലാണ് സംഭവം കേട്ടോ. കാരണം നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കിട്ടില്ല. ഇനി അതല്ലെങ്കിൽ പിന്നെ നമുക്ക് സൈലൻസർ എങ്ങാനും പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കളയേണ്ടി വരും. സൈലൻസർ പൊട്ടിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ വെൽഡ് ചെയ്താണ് പൊട്ടിക്കുക. പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ആ ഭാഗം തുരുമ്പെടുക്കാൻ തുടങ്ങും. തന്നെയുള്ള സൗണ്ടിലൊക്കെ വ്യത്യാസം വരും, മുഴക്ക സൗണ്ട് കാര്യങ്ങളൊക്കെ വരും. നമുക്കത് ഒരു രീതിയിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഇപ്പോൾ മാക്സിമം ട്രൈ ചെയ്തു, അത് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു. ബ്രേക്ക് ലൈനൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാം. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. തീരെ അഴുക്കായിട്ടൊന്നുമില്ല. നമുക്ക് ഇതിനകത്ത് തന്നെ അത്യാവശ്യം അഴുക്ക് പിടിച്ചാൽ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചൊക്കെ ഉണ്ട്. ക്ലച്ച് CVT ക്ലച്ച് നമുക്ക് വരാം. അത് ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിങ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ചിട്ട് ഗ്രീസ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. നിലവിൽ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നോർമൽ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ബെൻഡെക്സിൻ്റെ വർക്കിംഗ് ഒക്കെ ആയാലും ചെക്കപ്പ് ചെയ്യുമ്പോൾ ഓക്കെ, നോ പ്രോബ്ലം, കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ഇതാണ് നമുക്ക് ഗ്രീസിങ് ആവശ്യമായിട്ട് വരുന്ന സംഭവം കേട്ടോ. അപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, വർക്കിംഗ് ഓക്കെയാണ്. ഈ കാണുന്ന തുരുമ്പിൻ്റെ പ്രസൻസ് ഈ കാണണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഓരോ ഭാഗത്ത് നമുക്ക് അഴിച്ചു നോക്കിയിട്ട് അത് ആവശ്യമെങ്കിൽ ഗ്രീസിങ് നടത്തണം എന്ന് പറയുന്നതിൻ്റെ കേസ്. നമ്മൾ ഓക്കെ നിലവിൽ നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലായാലും ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം പൊടിയുണ്ട് ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ, അതൊക്കെ ഒന്ന് എയറടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ ക്ലച്ച് അഴിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ ബെൽറ്റ് ഓൾറെഡി പൊട്ടിയിരിക്കാം. ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ ഈ ഭാഗം ഉണ്ട്, അതിൽ ഓരോ പൊട്ടൽ വീണിരിക്കുകയാണ്. അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടലുണ്ട്. അപ്പോൾ ബെൽറ്റ് എന്തായാലും നമുക്ക് മാറ്റി കളയണം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ എന്തായാലും അടുത്ത സർവീസ് വരെ ഇവിടുന്ന് ഓടില്ല. ഏതെങ്കിലും ഒരു കട്ട കൊണ്ട് പൊളിഞ്ഞു പോകുന്ന ബാക്കിയത്തെ പറഞ്ഞു തരാൻ കൊണ്ട് പെട്ടെന്ന് പൊളിഞ്ഞു പോയി നമ്മൾ വഴിയിൽ വിട്ടുപോകുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിയിടാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ ടാപ്പറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സൗണ്ട് വരുന്നുണ്ട്, നല്ല അടിയുണ്ട്. വാൽവ് അടിക്കുക എന്ന് പറയും, അത് നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട്. ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അത് കോട്ടത്തിക്കൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്തിടാം. ഈ FI മോഡലാകുമ്പോൾ ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഇത് ഇച്ചിരി അല്പം കൂടുതലുണ്ട് മറ്റേ സാധാരണേനെ അപേക്ഷിച്ച്. അത് നമുക്ക് ഗേജ് വെച്ചിട്ട്, വാൽവ് ഗേജ് വെച്ചിട്ട് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ സൗണ്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് അഴിച്ചാലാണ് അത് കൂട്ടത്തിക്കൂടെ നമുക്ക് ചെയ്തു പോകാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും. നമുക്കിപ്പോൾ ബാക്ക് അഴിച്ച് നിർത്തിയാണ് കാരണമാണ്. അതിനുശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം കുഴപ്പമില്ല, കുറച്ചും കൂടി ഓടാനുണ്ട്. നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെറിയൊരു ഷിവറിങ്, അതായത് ബബ്ലിങ് കാണിക്കാൻ തുടങ്ങും. ബബ്ലിങ് കാണിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടുന്ന സമയത്ത് ഹാൻഡിൽ വന്ന് ചെറുതായിട്ടൊന്ന് കൈ ഒന്ന് ലൂസാക്കുകയാണെങ്കിൽ ഫ്രണ്ട് വെട്ടാൻ തുടങ്ങും. അത് ഈ ടയറിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവണം കേട്ടോ. ഈ സൈഡ് നമുക്ക് തേയ്മാനം കുറവും ഈ സൈഡ് തേയ്മാനം കൂടുതലാണ് വരാം. സാധാരണ സ്കൂട്ടർ മോഡലുകൾക്ക് കോമൺ ആയിട്ട് വന്നൊരു കംപ്ലയിൻ്റ് ആണത്. ഇതൊരല്പം കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ കംപ്ലയിൻറ്റിൻ്റെ പുറത്ത് നമ്മൾ അതിൻ്റെ ഫോർക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലം, അലൈൻമെൻറ്റ് എന്ത് വേരിയേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്രണ്ട് 12 ഇഞ്ച് വീലാണ്, നമുക്ക് ബാക്ക് വരുന്ന 10 ഇഞ്ച് വീലും. അപ്പോൾ അതുകൊണ്ട് തന്നെ റൊട്ടേഷൻ നമുക്ക് നടക്കില്ല. പരമാവധി ഉപയോഗിക്കുക, അതിന് ശേഷം മാറ്റി പുതിയത് സെറ്റ് ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം കുറച്ച് കട്ടയും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ബാക്കിലത്തെ ആയാലും നമുക്ക് പിന്നീട് ടയർ മാറ്റുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഈ മോഡൽ, ഈ ഡിസൈൻ യൂസ് ചെയ്യണമായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ. കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നുന്നത് ഈ മോഡലാണ്. കംപ്ലയിൻറ്റ്സ് വളരെ കുറവ്, ഓടിക്കാൻ സ്മൂത്ത്നെസ്സും നമുക്ക് ഈ മോഡൽ ടയറായിരിക്കും. അതിപ്പോൾ നമുക്ക് MRF തന്നെ കിട്ടിയെങ്കിൽ MRF ഇല്ലെങ്കിലും അപ്പോളോ സിയറ്റ് ഏതായാലും നമുക്ക് ആ ഡിസൈൻ പാറ്റേണാണ് ഉദ്ദേശിക്കുക, ആ മോഡലാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്.
പിന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ഗ്യാസ്കറ്റിൻ്റെ ഇവിടെ ഓൾറെഡി ലീക്ക് ഉണ്ട്, ഇത് കണ്ടോ. അപ്പോൾ അത് ഗ്യാസ്കറ്റ് അസംബ്ലി നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈയോടെ അത് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യട്ടോ, കാരണം ഓൾറെഡി ലീക്കാണ്. പിന്നെ നമുക്കിപ്പോൾ ഹെഡിൻ്റെ വാൽവ് ടാപ്പറ്റ് ലൂസ് ഉള്ളതുകൊണ്ട് അത് അടിക്കുന്നത് കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനും കൂടി അയച്ചു തരാൻ മതി. അപ്പോൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്യാസ്കറ്റ്, ആ റബ്ബർ ഗ്യാസ്കറ്റ് ആ മുകളിലിരിക്കണം, ബ്ലാക്ക് കളറിലിരിക്കണം. അപ്പോൾ അതും കൂടി നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റി സെറ്റാക്കാം. ബാറ്ററി നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്, ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. 2023 മോഡലാണ്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ 12.89 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. 2023 മോഡലാണ്, ഏകദേശം വാറണ്ടി പീരീഡ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് ചെയ്യുമ്പോഴായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹാൻഡിൽ കവറിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്, നമുക്ക് ഫ്രണ്ട് ഹാൻഡിലിൻ്റെ അവിടെ നിന്ന്. അത് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഹാൻഡിലിൻ്റെ സെൻറ്റർ ഭാഗത്തെ കവറിൻ്റെ അവിടെ സ്ക്രൂ ചെയ്യുന്ന ഭാഗം പൊട്ടിപ്പോയേക്കാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു പീസാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ കംപ്ലയിൻറ്റ്, ആ ഷെയ്ക്ക് വരാം. അപ്പോൾ നമുക്കത് അഴിച്ചിട്ടൊരു സെപ്പറേറ്റ് ഒരു വാഷൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാനും പറ്റും. നമുക്ക് 100% ഒട്ടിച്ച് നിർത്താനൊന്നും പറ്റില്ല, കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട്. ബൾബ് മാറ്റാനോ, പാർക്ക് ബൾബ്, സ്പീഡോമീറ്റർ കേബിൾ, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും, നമുക്ക് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് അഴിക്കേണ്ടി വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് 100% നമുക്ക് ഒട്ടിച്ച് വയ്ക്കാനൊന്നും പറ്റില്ല. അതേപോലെ തന്നെ അഡീഷണൽ എന്തെങ്കിലും സെപ്പറേറ്റ് വാഷൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു പരിധി വരെ സൗണ്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. പിന്നെ സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം, കാരണം ഞാൻ ഏകദേശം ഒരു കാലാവധി ആയിട്ടുണ്ട് പ്ലഗിൻ്റെ. കാരണം അതിനകത്ത് ഇപ്പോൾ ഫയറിങ് വരുമ്പോൾ തന്നെ ഗോൾഡൻ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷോട്ടിങ്ങിൻ്റെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം, അത്ര കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് വീണ്ടും നമ്മൾ പറയണു, സൈലൻസറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ഉള്ളിൽ അകപ്പെട്ടേക്കണ പാർട്സ് എന്താണോ, കല്ലാണോ കോലാണോ, എന്തൊരു സംഭവം അതിനകത്ത് ഉള്ളിൽ വെട്ടിട്ടുണ്ട്, അത് പുറത്തേക്ക് എടുക്കാനായിട്ട് യാതൊരു മാർഗ്ഗമില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് സൈലൻസർ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, തുരുമ്പ് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ കൊണ്ട് സൗണ്ടിൽ വ്യത്യാസം വരാനും, അതായത് മുഴക്ക സൗണ്ടായിട്ട് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും നമുക്കത്ര പോസിബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിലവിൽ ആ സൗണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. അതെന്തോ ഏതോ കുട്ടികളാരോ എന്തോ അതിൻ്റെ ഉള്ളിലേക്ക് എന്തോ തള്ളി കയറ്റി ഇട്ടേണാണ്, അതങ്ങനെയാണ് സംഭവം. അതിൻ്റെ ഉള്ളിൽ കിടന്നാണ് ഷെയ്ക്ക് വരാം കേട്ടോ. ബാക്കിയത്തെ ഭാഗങ്ങൾ നമ്മൾ ബാക്കിയത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ചെയ്യാമെന്ന് നോക്കിയിട്ടേ എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ആ എമൗണ്ട് ഡീറ്റെയിൽസൊക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കൂടി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കണം, കാരണം റിപ്ലൈ കിട്ടിയാലും നമുക്കതനുസരിച്ച് ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. വൈകുന്നേരം ഒരു 6-7 മണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും. പരമാവധി നേരത്തെ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം.